അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്നെ അങ്ങനെ വലുതായിട്ട് നിങ്ങൾക്ക് അറിയത്തിലേക്ക് ഞാൻ അക്മൽ മുഹമ്മദ്. ഞാൻ ചാലഞ്ച് വീഡിയോസ്, എൻ്റർടൈനിങ് വീഡിയോസും റീൽസായിട്ടും ഷോർട്സായിട്ടും ഇടുന്നു. ഇപ്പോൾ കുറച്ച് വ്ളോഗും. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ആസ്പദമാക്കി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നു കൊല്ലം ഡ്രീംസ് മോളിലെ പെപ്പെ പ്ലാനറ്റ്. കേരളത്തിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഗെയിമിംഗ് സോണാണ്. അപ്പം കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ 2 പേര് നമ്മുടെ വ്ളോഗിൽ വന്നില്ലെന്ന്. ആ 2 പേര് ഇന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ജെഫ്രി ജോർജ്, നമ്മുടെ ബാല്യകാല സുഹൃത്ത്. താങ്കൾക്ക് എന്താണ് നമ്മുടെ യൂട്യൂബ് ജേർണിയെ കുറിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല, ഒരു കാര്യത്തിന് പോകണമുണ്ടായിരുന്നു. പിന്നെ ഈ പ്രാവശ്യം എന്തെങ്കിലും കറക്റ്റായിട്ട് വരാൻ പറ്റി. ഇങ്ങനെ നമ്മൾ വ്ളോഗ് എടുക്കാതെ നല്ല എക്സ്പെക്ടേഷനോടാണ് നമ്മൾ വരുന്നത്. ഇനി നമ്മുടെ യൂട്യൂബ് ജേർണിയെ കുറിച്ച് പറഞ്ഞാൽ ഇത്രയും നമുക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് വളരെ നന്ദിയുണ്ട്. ഇത്രയും ഞങ്ങൾ വീഡിയോ എഫേർട്ട് ഇടുന്നതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലിട്ട് കിടക്കാം. ഓക്കെ, ഇനി അടുത്ത ആള് നമ്മൾ രണ്ടാമത് പറഞ്ഞ ആര്, നമ്മുടെ മ്ലേച്ചം രാജ്. മിക്ക രാജ്, നമ്മുടെ വോളിബോൾ പ്ലെയർ. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വരാൻ പറ്റുന്നത് ഞാൻ അവൻ്റെ കൂടെ പോയേക്കുമായിരുന്നു, അതുകൊണ്ടായിരുന്നു. അതെ, പിന്നെ എന്ത് പറയുന്നത്, പിന്നെ എന്ത് പറയാം അങ്ങോട്ട്. നമ്മുടെ യൂട്യൂബ് ജേർണിയെ കുറിച്ച് എന്താണ്? യൂട്യൂബ് ജേർണിയെ കുറിച്ച് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നന്നൊരു ഗ്രോത്ത് ഉണ്ടായത് ഞങ്ങൾ വിചാരിച്ച ഇത്ര പെട്ടെന്ന്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ കൂടെ യദു കൃഷ്ണ ഡി ക്യാമറമാൻ, പിന്നെ വിധു കൃഷ്ണ ഡി ഉണ്ട് നമ്മുടെ കൂടെ. ഇനി പിന്നെ വേറെ ഒരാളെ കൂടെ പാർത്താർ നമ്മുടെ കോളേജ് ക്ലാസ്മേറ്റ് ആണ്. താങ്കൾ 2 വാക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? താങ്കൾക്ക് വലിയൊരു യൂട്യൂബർ ഒക്കെയാണ്. എനിക്കൊന്നും പറയില്ല, നല്ല മുന്നോട്ട് പോയിട്ട് അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അകത്തേക്ക് കടക്കാം. ബാ. ഇന്ന് നമ്മൾ കളിച്ച് മറിച്ച് 10-20 വയസ്സ് കുറയ്ക്കാൻ പോവാ. ആപ്പാട് 18 വയസ്സൊക്കെ ഉള്ളു. അയ്യോ, ആയിക്കോട്ടെ. അപ്പൊ ഇവിടെ ഫസ്റ്റിലെ ഈ ചിൽഡ്രൻസിന്റെ സോണാണ്. അഡൽസിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്കേ ഉള്ളൂ. ബാ. അപ്പം നമ്മളെ ഇന്ന് ഗൈഡ് ചെയ്യാൻ ബ്രോ ആണുള്ളത്. ബ്രോയുടെ പേരെന്താ? നിഖിൽ. അപ്പം നമ്മൾ ഫസ്റ്റ് എങ്ങോട്ടാ പോകുന്നത്? കാർ കയറിയില്ല, കാറിലോട്ട് ഫസ്റ്റ് ഇല്ല. ഓക്കെ, ബാ, നമുക്കപ്പോൾ ഫസ്റ്റ് കാർ ഓടിച്ച് തുടങ്ങാം. ബാ എടാ ബാടാ. അപ്പം ആരെ ഫസ്റ്റ് കാർ ഓടിക്കാൻ പോകുന്നേ? എടാ ഫസ്റ്റ് നിങ്ങൾ കയറ്, ഞാൻ പിന്നെ കയറാം. ഫസ്റ്റ് നിങ്ങൾ കയറ്. പോട്ടെ. വിധു കൃഷ്ണ ടി, പാർത്ത ആർ, ജെഫ്രി ജോർജ്, മ്ലേച്ചം രാജൊക്കെയാണ് ഫസ്റ്റ് വണ്ടി ഓടിക്കാൻ കയറുന്നത്. യെസ്, ആര് ജയിക്കും ആര് തോക്കും കണ്ടിച്ച് കാത്തിരുന്ന് കാണാം. 1 2 3 4 ഒരാൾക്കും കൂടെ കയറാം. ഒരാൾക്കും കൂടെ കയറിക്കൂടെ? 4 നീ അമ്മാരുടെ എടുത്തോ വിഷയം. പൂക്കികളുടെ രാജകുമാരൻ പാർത്ത. വിധു സുരക്ഷിത. വിധു സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പാലിക്കുന്നു. ജെഫ്രി ജോർജിനെ ആരും കൂട്ടാക്കിയില്ലെന്ന് തോന്നുന്നു, ഒറ്റയ്ക്ക് പോയിരിക്കുന്നു. മ്ലേച്ചം രാജ് ഇവിടെ ഇരിപ്പുണ്ട്. മ്ലേച്ചം താങ്കൾക്ക് എന്താണ് ഇവിടെ ഈ നിമിഷത്തിൽ തോന്നുന്നത്? ഒന്നും തോന്നില്ല. അപ്പം നമ്മൾ ഒരു റീൽ ഇട്ടായിരുന്നു, ഒരു ഷോർട്സ് ഇട്ടായിരുന്നു. നമുക്കൊരു പറ്റിയത് നമുക്ക് ഒരു ഓൺലൈൻ പേജ് പണി തന്നു. നമ്മളൊരു ട്രൈപോഡ് ഗിംബൽ വാങ്ങിച്ചാൽ നമുക്ക് വന്നത് സെൽഫി സ്റ്റിക്ക്. വന്ന ഉടനെ ഞാൻ പേയ്മെൻറ്റ് ചെയ്തോ, അപ്പോൾ എന്നെ എല്ലാത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് വിട്ട്. നമ്മളിനി അത് കൺസ്യൂമർ കോർട്ടിൽ പോയി പരാതി കൊടുത്ത്, ഇനി അതിൽ നിന്ന് നമ്മൾ കുഴപ്പമില്ല, 1500 രൂപ പോയാലും 10,000 രൂപ ചിലവായാലും കുഴപ്പമില്ല. പറ്റിക്കില്ല, അത് ശരിയാണ്. പറ്റിച്ച അത് നമ്മൾ ക്ഷമിച്ചു കൊടുക്കുക. അതായത് തുടങ്ങിയില്ലേ? തുടങ്ങിയിരിക്കുന്നു. എടാ ഓടിക്കാറിയതില്ല? യോ മീക്ക ഓടിക്കാറിയതില്ലയോടാ, വിമാരെ കയറ്റണ്ടായിരുന്നു. പോട്ടെ. ജെഫ്രി ജോർജ്, വിധു കൃഷ്ണാടി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വിധു കൃഷ്ണാടി. വിധുവിന്റെ വണ്ടി കംപ്ലൈന്റാ. എന്തോ റിവേഴ്സ് ഗിയറേ ഉള്ളോ, ഫ്രണ്ടിലോട്ട് പോകത്തില്ലേ? ലവന്മാരെന്താ ഇവിടെ കാണിക്കുന്നത്? ഇടികളാവിനെ. സ്പീഡോമീറ്റർ ഒക്കെ ഉണ്ട്.
യെസ്, മീക്ക രാജിന്റെ വണ്ടി സ്റ്റാർട്ടായിരിക്കുകയാണ്. 10 കിലോമീറ്റർ ഇപ്പോൾ ഇടിച്ചു. ഓ, ഇടിയോടിടി, ചറവറയിടി. വിധു കൃഷ്ണാടി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല. വിധു അനങ്ങി. യെസ്, ഡ്രിഫ്റ്റ് ചെയ്ത് വെച്ചു. വിധു അങ്ങനെ അനങ്ങി. ഇടിച്ചോ. അല്ല, ഡ്രിഫ്റ്റ് ജെഫ്രി ജോർജിന്റെ ഡ്രിഫ്റ്റ് ഉണ്ടോ? തൊലിച്ചു ഇല്ലാത്ത വണ്ടി. ജെഫ്രി ജോർജ് ഇറങ്ങി. ഇവന് റിവേഴ്സ് ഗിയർ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാരും അനങ്ങി. അമ്മാര് ഇടിച്ചിടിച്ച് കൊണ്ട് ഒരുത്ത പുറകെ കൊണ്ട് വെച്ചിരിക്കാം. അവലും വെള്ളത്തിൽ. അപ്പം അവരുടെ ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാനും നമ്മളെ സ്വന്തം ക്യാമറമാനും കയറാൻ പോവാണ്. അപ്പൊ നമുക്ക് ക്യാമറ കഴിഞ്ഞ് ഇറങ്ങിയോ? കഴിഞ്ഞ് ബാബാ കഴിഞ്ഞ്. എന്തുവാ അടുത്തത്? നമ്മുടെ ഊഴമാണ്, എൻ്റെയും ക്യാമറമാൻ്റെയും. സുരക്ഷ മുഖ്യം. ഇനിയുണ്ടോ? കൊള്ളാം. ഇനി കാണിച്ചു തരാം എങ്ങനെയാ വണ്ടി ഓടിക്കേണ്ടതെന്ന്. പിള്ളേർക്കൊന്നും വണ്ടി ഓടിക്കാൻ അറിയാത്ത എക്സ്പീരിയൻസ് നമ്മൾ ഇപ്പൊ കാണിച്ചു തരാം. നമ്മൾ എങ്ങനെയാ ഓടിക്കേണ്ടതെന്ന് നമ്മളിപ്പോ കാണിച്ചു തരാം. നമ്മുടെ അവസരം, നമ്മൾ ഊഴമായിരിക്കുകയാണ്. എന്നെ വലിയ ഇടിച്ചാലാ. അയ്യോ, നമ്മുടെ ക്യാമറമാൻ എന്തുവാ ഓണാവുന്നില്ല. അത് തിരിച്ചു വെച്ചേക്കോ നേരെ. ഡ്രിഫ്റ്റ് ആണോ? എന്റെ വണ്ടി ഒരിടത്ത് ഇടിക്കുന്നില്ല. ഇടിക്കല്ലേ. ഇടിക്കല്ലേ. ഞാനൊരു മയത്തിലങ്ങ് പോവുക. ബ്രേക്ക് ഇല്ലല്ലോ. യദു കൃഷ്ണാടി. അയ്യോ, ചത്ത് മോനെ പയ്യെ. ഈ ചെറുക്കനെ കൊല്ലാനായിരുന്നു. മാറ്റി പോയി. എടാ മോനെ, നീ എന്നെ ഇരിക്കാളോ? എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ എനിക്ക് എൻ്റെ അടുത്ത്? എടാ സ്പാർക്ക്. എടാ ഏത് ഇപ്പൊ എന്റെ വണ്ടി എത്തും കേട്ടാ. സ്പാർക്ക്. നിർത്തിക്കോ. മതി, ഞാൻ അവിടെ കൊണ്ട് വണ്ടി കേട്ടെ. എടാ എടുത്തോണ്ട് പോടാ. വണ്ടി നിർത്തി. വിജയകരമായി നമ്മൾ കാർ ഓടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബാബാ കയറിക്കോ. ഏറ്റവും പ്രോ ആയിട്ട് ഓടിച്ച ഞാൻ തന്നെയായിരുന്നു, നിസ്സംശയം പറയാം. ക്യാമറമാൻ വലുതും പറയുന്നുണ്ട്. യദു കൃഷ്ണാടി നോ. അതെ. ഇനി അടുത്തത് നമ്മൾ ഏതിലാ? നമ്മുടെ ബ്രോഗത്ത് അടുത്തേതാ? എവിടെ നേരും ബ്രോഡ് ഇഷ്ടം. നമുക്കെല്ലാം കളിച്ചാൽ അതിനകത്ത് ഓരോ കളേഴ്സ് വരും. എല്ലാവർക്കും ഓരോരോ കളേഴ്സ് വരും. അതിനകത്ത് കയറി എടുത്താൽ എത്ര പേരുണ്ട്? നമുക്ക് ഓരോ കളേഴ്സ് തരും. ആ കളേഴ്സ് മാറി ചാടിക്കാം. എത്ര പേരുണ്ട് ഇപ്പൊ? അല്ല, 5 6 ഒരാള് ക്യാമറ. പച്ച. ഞാൻ പച്ച. ഇവ നീലാരാ? ഞാൻ പച്ച, ഇവൻ നീല, വയലറ്റ്, ബ്ലൂ. നീയോ? എടാ ഇവനാ ബ്ലൂ. ഞാൻ മഞ്ഞ.
ഞാൻ കടും ബ്ലൂ. ഇവൻ ബ്ലൂ. നീ ഏതാ? ഞാൻ വയലറ്റ്. നീയോ? നീയോ? ഓറഞ്ച്. പച്ച ഞാനാണോ? ഓറഞ്ച്. ഇവ അടി നടക്കും കേട്ടോ. ബാബാ കളിക്കാം. ആ റെഡി. എന്തുവാ ചെരുപ്പ് വരുന്നു? ഇല്ലേ തുടങ്ങിയോ? അയ്യോ 2 3 4 1 2 ഹോയ് 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 ഹോയ്. ഞാൻ ജയിച്ചിട്ടുള്ളൂ. നോക്കിയ കാര്യം എന്നെ തോപ്പിക്കാൻ ആർക്കും പറ്റില്ല. 1 2 3 4 5 6 7 8 9 10 11 12 ഇന്ന് കണ്ടോ? എടാ ഇന്നത്തെ കാടിയായി. തിന്തോ ഇത് എത്ര സ്ഥലമുണ്ട്? ഗ്ലാസ് അറിയാൻ വയ്യ. മതി 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 നിർത്തിക്കോ ഏട്ടാ. മതി മതി മതി. 5 മിനിറ്റോ? ഇതെന്ത് കാടിയോയോ? ഞാൻ ഫസ്റ്റ് അടിച്ചിട്ടേ ഉള്ളൂ. ബാക്കി കാര്യം ചവിട്ടി പീച്ചി. ആരാണ് ഫസ്റ്റ് പിടിക്കാതെ? യെസ് ഫസ്റ്റ്. ഓ അവസാനം വരെ ഞാൻ എന്തോ കളത്തരാ. ഇവ എങ്ങനെയാണ് ജയിച്ചത്? ഈ ചെറിയ ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ ഞാൻ തോറ്റുപോയി. ഒരു 16. ഇത് കള്ളത്തരാ. ഞാനാ ഫസ്റ്റ് വരുന്നത്. ഒന്നും പറയാനില്ല, ഞാൻ ജയിച്ചു. തേർഡ് ഓറഞ്ച്, ഫോർത്ത് ബ്ലൂ, 5th വയലറ്റ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ യദു കൃഷ്ണാടിക്ക് കയറണം. അപ്പം യദു കൃഷ്ണാടിയുടെ കൂടെ ആരാ കയറുന്നേ? യദു കൃഷ്ണാടിയും അനിയന്മാര് തമ്മിലുള്ള കളി കണ്ടോണം. അനിയന്മാർ, അനിയൻ ബാബ ചേട്ടൻ ബാബ. കഴിഞ്ഞ കളിയിൽ ലാസ്റ്റ് എത്തിയാണ് യദു കൃഷ്ണാടി. ഇനിയിപ്പം റിഡംഷൻ കിട്ടുമോ നോക്കാം നമുക്ക്. വെറുതെ കാണിക്കുന്നേ ഉള്ളൂ, അകത്തൊന്നുമില്ല. 5-6 പോയിന്റ് വ്യത്യാസം. വീഡിയോ എടുത്തോ. 2 പേരുണ്ട്. സമയം കുറച്ചിട്ടു. 5 മിനിറ്റ്. ചേട്ടനും അനിയനും തമ്മിൽ വാശിയേറിയ കളി. വാ, യദു കൃഷ്ണാടി വേഴ്സസ് വിധു കൃഷ്ണാടി. എന്തോ കഥകളി കളിക്കുമോ? യദു കൃഷ്ണാടി മാസ്റ്റർ മൈൻഡ്. അടിച്ചും ഇടിച്ച് ഔട്ടിയും. ആര് ജയിക്കുമെന്നാണ് തോന്നുന്നത്? യദുവിന്റെ ഇന്നത്തെ കാടിയായി എന്തായാലും. ഇവിടെ എത്ര നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ ഒരാഴ്ച ആയത്. ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? നൈസല്ലേ? ഇത് വാശിയേറിയ കളി ഇപ്പോഴും. വിധു കൃഷ്ണാടി ലീഡിൽ. വിധു കൃഷ്ണാടി എതുവേ കളി അങ്ങോട്ട്. വാശിയേറിയ കളി. തിന്തോ ഇഞ്ചോടിഞ്ചുള്ള മത്സരം. 568 500 അല്ല, ഇപ്പൊ 10 പോയിന്റ് വ്യത്യാസം. ഞാൻ സഹായിക്കണോ?
ചുമ്മാ ചുമ്മാ. കളി അങ്ങോട്ട്. അത് നോക്ക്. അതിന്റെ ഇടയിൽ കൂടെ രണ്ടെണ്ണം എന്താ ചെയ്യാനാ? ഒമ്പത് പൊന്നെ ഞാനും കൂടെ കേറാം. മാറ്. എടാ നീ അങ്ങനെ ജയിക്കണ്ട. അലമ്പ് ഇല്ല, ഇത് ഒറ്റയ്ക്ക് പോരാടി ജയിക്കും. ഇത് എന്തായാലും ജയിക്കും. വിധ വേണം മാസം കാണിച്ചോ, നീ എന്തായാലും ജയിക്കും. ഞാൻ 3 സെക്കൻഡും കൂടെ സൂം ചെയ്യല. യെസ്, ഓ വിധു കൃഷ്ണാടി ജയിച്ചിരിക്കുകയാണ്. യെസ്, വെക്കലായതിനെ മേളിൽ 999. ഞാൻ കയറിയത് ഇതിനു വേണ്ടിയായിരുന്നു. എന്നിട്ട് തോറ്റുപോയി. ഇനി നമുക്ക് അടുത്തതാ ബ്രോ. മാജിക് ഹോക്കി. 4 പേര് 4 സൈഡിൽ നിന്നോ. 4 പേര് കയറിക്കോ. എളുപ്പമായിട്ട് ഏറ്റവും കുറവ് പോയിന്റ് ഉള്ളവർ ഡിഫെൻഡ് ചെയ്യുക, ഇങ്ങോട്ട് വീഴാൻ നോക്കുക. ഇത്രേ ഉള്ളൂ. എടാ ഞാനെവിടെ? അടുത്ത നീ. എടാ ഇത് നീ ഇങ്ങ. എടാ നീ അതെന്താ പരിപാടിയാ? എടാ എന്നെ തോപ്പിക്കില്ലേ? കാണണ്ടേ? അയ്യോ എടാ പയ്യറിയാ, തണ്ണി വന്ന് അടിച്ചോടാ. സബ്സ്റ്റിറ്റ്യൂഷൻ. പ്ലെയർ ഇഞ്ചറി. സബ്സ്റ്റിറ്റ്യൂഷൻ ആളെ കയറി. വാശിയേറിയ കളി. യദു കൃഷ്ണാടി 8 പോയിന്റ്, 8 സ്കോർ. ഏറ്റവും സ്കോർ കുറവുള്ളവരാണ് ജയിക്കുന്നത്. യദു കൃഷ്ണാടി 8, പാർത്ത 8, ജെഫ്രി ജോർജ് നോക്കാം. യെസ്, ജെഫ്രി ജോർജ് 10. ജെഫ്രി ജോർജ് ആണ് ഇപ്പം നിലവിൽ ലാസ്റ്റ്. അപ്പം ഇവിടെ 3 ഫസ്റ്റ് വന്നിരിക്കുകയാണ്. പാർത്ത, ഞാനാ സത്യം പറഞ്ഞ ഇവിടെ യദു കൃഷ്ണാടി, ജെഫ്രി ലാസ്റ്റ്. കുഴപ്പമില്ല, നമുക്ക് അടുത്തത് അതിലേക്കൊക്കെയാണ് പോകുന്നത്. നമ്മൾ അതിലൊക്കെ അറിഞ്ഞം പുറഞ്ഞ് എടുത്തിടും. കണ്ടോ, എനിക്ക് ഇഞ്ചറി ആയതുകൊണ്ട് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങി, ഇവനെ കയറ്റി. എന്നിട്ട് ഞാൻ ജയിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ച സാമ്രാജ്യം അവൻ ജസ്റ്റ് ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ. അടുത്തതാ ഒരു ഗോളും കൂടെ ഉള്ളൂ. ഇപ്പൊ കൈയിട്ട് ഇതെന്താ സംഭവം? ക്രിക്കറ്റ്, ഫുട്ബോള്, ഹോക്കി. ഇതെന്തോ എങ്ങനെ പോയിന്റോ? പോയിന്റില്ല, ജസ്റ്റ് ഇങ്ങനെ ബോള്. അപ്പൊ അടുത്തതായി നമുക്ക് ക്രിക്കറ്റും ടെന്നീസും കളിക്കാം. അപ്പൊ ഇതില് ഇത് കാണിക്കേ. അപ്പൊ ഇതിലെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ സ്ഥാനം വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായി വിധു കൃഷ്ണാടി ചാമ്പ്. ഓ കൊള്ളാം. അപ്പൊ വിധു കൃഷ്ണാടി. അടുത്തതായി ഇനി നേരെയാക്കട്ടെ. നിക്ക് ഞാൻ തന്നെ കയറാൻ പോവാ. എടുത്തോ അപ്പുറത്ത് മാറി, ഞാൻ കയറട്ടെ. ഇതെന്തുവാ? അയ്യേ, ഇതെന്താ? നീ ഇവിടുന്ന് അങ്ങോട്ട് വരും. നീ ഇവിടുന്ന് അങ്ങോട്ട് വരും. നമുക്ക് ഇതിലിറങ്ങി കളിക്കാം. ഇത് നോക്കിയോ,
ധാരാ എറിഞ്ഞ് കറക്റ്റ് ഇവിടെ കറക്റ്റ് എറിഞ്ഞ് കൊള്ളിക്കാൻ പോവാ. കണ്ടോ അത് കണ്ടോ? അയ്യേ ഇത് നോക്കിയോ, എടാ ഇത് നോക്കിയോ, ഒരു തുള്ളി വ്യത്യാസത്തിൽ. ഇപ്പൊ ശരിയാക്കണം. ആളെ മാറി എന്റെ ബോള് ജസ്റ്റ് മിസ്. ഓല ഏല അപ്പൊ ജമ്മി തലക്കടിക്കുന്നു. സോക്സില എല്ലാവർക്കും സോക്സിലാ. അടുത്തതായി ടെന്നീസും ക്രിക്കറ്റും കളിക്കാം. ഈ സംഭവം എന്ന് വെച്ചാൽ അടിക്കുന്ന രീതിയിലായിരിക്കും സ്കോർ ഇടുന്നത്. ഈ പുള്ളിയായിരിക്കും സ്കോർ ഇടുന്നത്. എന്നുവെച്ചാൽ നമ്മൾ അടിക്കുന്ന രീതിയിൽ പുള്ളിയാണ് സ്കോർ ഇടുന്നത്. ഓക്കെ എടുക്കണം. ഇതിനൊക്കെ ഇരിക്കല്ലേ വാടാ മോനെ എന്നെ അറിയാവോ? മോളൊന്നുമില്ലല്ലോ. ഞാൻ വലിയ കാര്യത്തിൽ ബോൾ നോക്കിയിരിക്കുക. ബോൾ വരുന്നു, ഡെഡ് ബോൾ ആയിപ്പോയി. അപ്പൊ ഒന്നൂടെ അയ്യോ അത് അപ്രത്യക്ഷമായ ഒരു ബോളായിരുന്നു. അപ്പൊ അടുത്ത നമുക്ക് സെറ്റ് ആക്കാം. ഓ ഹൈലൈറ്റ് അടുത്തതാണല്ലോ പറപ്പീര. അടുത്ത ബോൾ, ഈ ബോൾ ഞാൻ കണ്ടില്ല, അടുത്ത ബോൾ നീ കാണില്ല. വാ ഇതല്ല ഫോം ഔട്ടാ. എനിക്ക് അടുത്ത് ശരിയാക്കാം. മുത്തയ്യ മുരളീധര പിന്നെ ഇന്ന് കണ്ടോ? ജസ്റ്റ് മിസ്, എഡ്ജിൽ കൊണ്ട്. അപ്പൊ 3 ബോൾ എത്ര റണ്ണായി? 2 റണ്ണായി എനിക്ക്. അടുത്ത ബോൾ ഞാൻ എന്തായാലും 6 അടുത്ത ബോൾ 6 ആയിരിക്കും. ബോൾസ് ലെഫ്റ്റ് 2. ഇത് കണ്ടോ? നീ എന്നെ ഇത് എന്തോ അടുത്ത സെറ്റ് ആക്കാം. ഈ ബോളിനെ അടിക്കും. അടിക്കുന്ന പറഞ്ഞാൽ അടിക്കും. 6 ഒരു ബോളും ഉണ്ട്. അങ്ങനെ പഴയ രോഹിത് ശർമ്മ ഇവിടെ അദ്ദേഹത്തെ ഏറ്റല്ലേ. ആരുടെ കാണിച്ചാലാ 14 റൺ അടിക്കും. എന്റെ മല്ലിങ്കേ ഒന്ന് എളുപ്പം വാ. മല്ലിങ്ക എത്തി. വാ മല്ലിങ്കേ. ഓ എടാ ഇത് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും കിട്ടിയ ഔട്ടോ. ഔട്ടേ പോയി. കുഴപ്പമില്ല, നമുക്ക് അടുത്തോട്ട് ശരിയാക്കാം. ഓരോ 8 റൺസ് എടുത്തു. അതൊക്കെ മതി. ഇവന്മാരാന്ന് ബോൾ പോലും നടത്തില്ലായിരുന്നു. ഞാൻ 6 അടിച്ചില്ല. അപ്പൊ നമുക്ക് ഇത് കയറാം. കയറാം. വാ ഇതൊക്കെ തന്നെ. ഇത് ബാക്ക് ഫ്ലിപ്പടി ജെഫ്രി, ബാക്ക് ഫ്ലിപ്പടി. എടാ ഞാൻ ജയിച്ചു. ഞാൻ 36 റൺ ഒരു ബോളി ഓരോ ഓവറിൽ. പിടി. വൈഡ് ആംഗിൾ 0.5 അവിടെ നിന്ന്. ഓ ഇത് കൊള്ളാം.
ഓ ഓ ഓ അയ്യോ ലെഗ് ഡേ ആയതുകൊണ്ട് വിഷയമായിരുന്നു കേട്ടോ. ബാക്ക് ഫ്ലിപ്പ് അടി, ബാക്ക് ഫ്ലിപ്പ് അടി. അയ്യോ എന്താണ് കാണിക്കുന്നത്? ഒന്ന് കേറ്. ബാസ്കറ്റ് ബോൾ ഇത് വയ്ക്കാം. വാ നമുക്കൊരു അത് നോക്കാം, അത് നോക്ക്. അയ്യോ വാ 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 വാ. അയ്യോ കവന്നിങ്ങ വന്ന് ഇത് ഇത് കളി ഒരു ഫ്ലിപ്പടി. അയ്യോ ആ അടി എത്രയാണ് ഫ്ലിപ്പ്? ഞാൻ തള്ളിയിടാം. കാണാ രണ്ടുപേരെ കാണാവോ? രണ്ടുപേരെ കാണാവോ? ബാ ആര് ജയിക്കും നോക്കാം. ഓളാ എണ്ണീറ്റ്. ആ അടുത്താളോളാം. എന്നെ തോപ്പിക്ക് ആരുണ്ടാ? വാ എന്തു കാണിക്കുന്നത്? വാ ഇങ്ങോട്ട്. അയ്യോ എടാ വാണാ, നീ എന്ത് കളിക്കുന്നു? കബഡിയല്ല അല്ല, ചുമ്മാ തള്ളിട്ടാ മതി. ഇവൻ ആകാന്നല്ലോ മാന്തന്നോ. അയ്യ അടുത്ത ഇല്ല, എന്നെ തോപ്പിക്ക് ഇവിടെ ആർക്കും പറ്റത്തില്ല. വാ ഇല്ല രണ്ടുപേരും തെറ്റി. വാ അയ്യോ ഓ ടീം തനിയൻസ്. അയ്യോ ലോബു രണ്ടുപേരും തോറ്റി. വാള മാറ്. ഇന്ന് അവനെ ഒന്നോർ തോപ്പിക്കട്ടെ. വാള പോലെ പോയി സ്കിന്നിൽ അയ്യോ അവിടെ അവൻ രക്ഷപ്പെട്ടു. അയ്യോ എടാ നിൽക്കാ ഇറങ്ങട്ടെ ചട്ടി. ഓ അടുത്ത യദു കേറാൻ പോവുകയാണ്. യദു അവിടെ ചുമ്മാ പോയ വേനെടുക്കോ? ഓ പുറം കീറും, ഭയങ്കര മുള്ളു പോലെ ഇരിക്കുക. യദു പിടിച്ചോ കേറി ഇരി മോനെ. ഓ ബൈബേ തള്ളേം കേട്ടോ മോനെ, കുണ്ടി എല്ലാം പോവും. ഓ യദു ഓ ആ പോയി. ഓ അടുത്ത ഇതെങ്ങനെ സംഭവം? ഓ അയ്യോ പറഞ്ഞാനേ. അയ്യോ എടാ പയ്യേ എടാ കൊല്ലാം. അവൻ പിടിച്ച് തള്ളി തള്ളല്ലേ. ഓ ജീവൻ പോയി. എടാ തള്ളല്ലേ. ഓ ഇതാ പോയി. നേരം പിടിച്ചോ. കൊള്ളാം.
കേറ്. ഓ ഇതിപ്പോ ഇവിടെ നമ്മളെ ഇവിടുത്തെ ജോലിക്കാരുമായല്ലേ. അടുത്തതായി വിധു. വിധു കൃഷ്ണാടി. വിധുവേ വിധും പോയി. അടുത്തതായി പാർത്ത. പാർത്ത പോവട്ടെ പോവട്ടെ. അയ്യോ കാല് കാല്. ഓ ആ മ്ലേച്ഛം. അടുത്തതായി മ്ലേച്ഛം. ഇവൻ മിക്ക ലൈറ്റ് വെയിറ്റ് ആയതെന്ന് പറഞ്ഞു. ഓ അടുത്തത് വാ വാ വാ. നിനക്കാണോ? അപ്പം യദുവിന് ഒന്നുകൂടെ കയറണമെന്ന് പറഞ്ഞു. വാ ഞാൻ പോയി. ഓ എന്തൊരു സന്തോഷം. പ്രായം കൂടുന്തോറും മനസ്സിന്റെ പ്രായം ചെറുപ്പമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും. നോക്ക്. ഓ ജെഫ്രി. ഓ ജെഫ്രി ഫ്രണ്ട് ഫ്ലിപ്പ് അടിച്ചിരിക്കുകയാണ്. അടുത്തതായി മീക്ക. യദു ആരടിക്കും? ആ യദു. ആ ഔലോസോ ഔലോസോ. പാർത്ത. ഓ എത്തി 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 എത്തി. ഓ യദു. ആ ഓ വിധുവും ചെറുതായിട്ട് അടിച്ചിരിക്കുകയാണ്. യദു ആ വലിച്ച്. ഓ പാർത്ത. അപ്പൊ അടുത്തതായി നമുക്ക് അടിക്കാം. ഞാൻ അടിക്കട്ടെ. ഒന്ന് പിടിച്ചേ. ഞാൻ ഒന്ന് അടിച്ചു നോക്കട്ടെ. ആഹാ എല്ലാരും അടിക്കുന്നുണ്ട്. അത്രയ്ക്ക് എളുപ്പമായിരുന്നു. ആരെടാ. ഓ സൂപ്പർ. ഞാൻ അടിക്കും. അടിച്ചിരിക്കും. ഇല്ല. അപ്പൊ ഇവിടെ ഫ്ലിപ്പ് നിരോധിക്കപ്പെട്ടേക്കുവാണ് അല്ലെ? ഇവിടെ നേരത്തെ നിരോധിച്ചിരിക്കാൻ നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പം ഇവിടെ ആരെങ്കിലും വരാനും ഉദ്ദേശിച്ചിട്ടുണ്ട്. ബാക്ക് ഫ്ലിപ്പ് ഫ്രണ്ട് ഫ്ലിപ്പ് അതൊന്നും അടിക്കരുത്. ഓക്കെ. അപ്പൊ ആദ്യമായി യദുവും പാർട്ടിയും ആര് ജയിക്കുമെന്ന് കണ്ടറിഞ്ഞ് കാണാം. ഓപ്പോ തുടങ്ങ്. 1 2 3 സ്റ്റാർട്ട്. അവിടെ ഓ അയ്യോ. ഓ പാർത്ത. ഓ ബോഡി വെയിറ്റ് കുറവായിട്ടും യദു തോറ്റിരിക്കുകയാണ്. പാർത്ത ചാടുക. ഓ ഓക്കെ. അടുത്ത വാ വാ മീക്ക വാ. ഓ ഓ എന്താണ്ടൊക്കെ പിടിക്കുന്നു. വാ റെഡി 1 2 3 സ്റ്റാർട്ട്. ജസ്റ്റ് മിസ്. ഓ ജസ്റ്റ് മിസ്. നമ്മൾ തോറ്റിരിക്കാണ് കൈ. ഓ കുഴപ്പമില്ല. അയ്യോ മൈക്ക്. ആ ജസ്റ്റ് മിസ് നീക്ക ജയിച്ചു. ഞാൻ ചാടാൻ പോവാ.
അയ്യോ എല്ലാം വലിയ Ready, 1, 2, 3, start. Oh, Bidu Krishnadi leading. Oh, Yadu Krishnadi change. Jeffrey George leading. Oh, yo, da ponu. Oh, Jeffrey, one മുന്നേറ്റം. Jeffrey. Oh, Jeffrey, അടിച്ച് പൊളിച്ച് കളഞ്ഞിരിക്കുന്നു. ചാട്. അടുത്ത പിന്നെയും ചെയ്തു. ആണ്ട് ഒരുത്ത മടിഞ്ഞേറി തോറ്റ്. അപ്പൊ ഗൈസ് യദു കൃഷ്ണാടി സിപ്ലൈൻ കയറാൻ പോവാണ്. എനിക്കും പാർത്തയ്ക്കും കയറാൻ പറ്റത്തില്ല. 70 കിലോയിൽ കൂടുതലുള്ളവർ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ. അപ്പം ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. ചാടി ഇരിക്കാണ്. യെസ്, ദാ വരുന്നു. അയ്യോ പൊട്ടി. ഇതിനായിരുന്നോ നീ കിടന്ന് ഇത്രയും കാണിച്ചു? അപ്പൊ നിങ്ങളെ ചന്തി കണ്ട ആളെ മനസ്സിലായിക്കോ. ജെഫ്രി ജോർജ്. അടുത്തതായി ജെഫ്രി ജോർജ്. ജെഫ്രി ഇങ്ങനെ പേടിക്കലല്ല, അത് കേറി നേരെ ഇരിക്കുക. അടുത്തത് കേറ്. പോട്ടെ, ചാടിക്കോ. ഒരു ഷൂ കിട്ടോ. പാട്ട്. അയ്യോ കഷ്ടം. ഇപ്പൊ എന്റെ മുഖം പോയത് ഒറ്റ ചാട്ടം എന്റെ മണ്ടയിലോട്ട്. അപ്പൊ ഗൈസ് നമ്മൾ അടുത്തത് സക്സസ്ഫുള്ളി കയറിയിരിക്കുകയാണ്. അമ്മമാരെല്ലാം അവിടെ തൂങ്ങി കിടക്കുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. അയ്യോ നിക്ക്. അപ്പം നമ്മൾ കയറിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് തംബ്നെയിൽ എടുക്കണം. ബ്രോ ഇങ്ങോട്ട് വന്നോ. നീണ്ട കുത്തിനും തള്ളിനും ഇടിക്കും ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ കൊള്ളാം. അപ്പം വരുന്നവർ ശ്രദ്ധിക്കുക, എല്ലാവരും നഖം വെട്ടിയിട്ടൊക്കെ വരണം, അല്ലെ കുറെ പാടുകൾ ദേഹത്ത് വീഴും. എനിക്ക് ഉടക്കി. അപ്പൊ സക്സസ്ഫുള്ളി എല്ലാം നമ്മൾ തീർത്ത് എല്ലാം തീർന്നു. ഉല്ലസിച്ച് കൊള്ളാം. നമ്മൾ ഇന്നേ വരെ വണ്ടർലയിലോ അവിടെ നിന്ന് പോകുമ്പോൾ നീ ഒരു ഫീൽ കിട്ടത്തില്ല. ഈ ഒരു രസം നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. വരുവാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഫാമിലി ആയിട്ട് വാ, അതായിരിക്കും നല്ല. ഒറ്റയ്ക്കായിരുന്നു, ഒറ്റയ്ക്ക് വന്ന വൈബ് പോവും. വാ ഊരി. അപ്പം നമ്മുടെ ഇവിടുത്തെ കളി തമാശകൾ സക്സസ്ഫുള്ളി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പുള്ളിയാണ് നമ്മളെ ഗൈഡ് ചെയ്തത്. വളരെ ഗംഭീരമായിട്ട് പുള്ളി ഗൈഡ് ചെയ്തു. ബ്രോ പേരെന്തായാലും പറഞ്ഞു? നിഖിൽ. അപ്പം ഓക്കെ, താങ്ക് യു. ഇനി വേറെ ഒരു ദിവസം വരുമ്പോൾ കാണാം. ഓക്കെ ബാ. ഇനി നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം ബാ. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാ കളികളും കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഉല്ലസിച്ച് എല്ലാവരും 5 വയസ്സ് കുറഞ്ഞു, അതുപോലത്തെ സംഭവം എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഒരു വട്ടയിൽ നമ്മൾ മാസത്തിലോ വർഷത്തിലോ ഒരിക്കലേലും വന്നിരിക്കുകയാണ്. പാടാ മക്കളെ, മോനെ വാ. നമ്മുടെ ഷോർട്സ് എല്ലാം നിങ്ങൾ കാണുക. ഇനി മുതൽ നമ്മൾ ബ്ലോഗിലോട്ടും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാം. അപ്പം നമ്മൾ റോഡ് ടു 20K ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. താങ്ക് യു.